നമസ്കാരം. ഒരുപാട് കൂട്ടുകാരുള്ളവർ ഭാഗ്യവാന്മാരാണെന്നും ഒറ്റയ്ക്കിരിക്കുന്നവർ പാവങ്ങളാണെന്നും അല്ലെങ്കിൽ അവർക്കെന്തോ കുഴപ്പമുണ്ടെന്നും കരുതുന്ന ഒരു പൊതുബോധം നമുക്കിടയിലുണ്ട്. സൗഹൃദങ്ങൾ, ആഘോഷങ്ങൾ, കൂട്ടം കൂടിയുള്ള സംസാരങ്ങൾ, ഇതിനെയൊക്കെയാണ് നമ്മൾ സാമൂഹിക ജീവിതമെന്ന് വിളിക്കുന്നത്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചില മനുഷ്യർ ബോധപൂർവം ആൾക്കൂട്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന്? അവർക്ക് സംസാരിക്കാൻ അറിയില്ലാത്തതുകൊണ്ടോ, മറ്റുള്ളവർ അവരെ ഒഴിവാക്കിയതുകൊണ്ടോ അല്ല അവർ ഒറ്റയ്ക്കാകുന്നത്, മറിച്ച് അവർ ആ അവസ്ഥ തിരഞ്ഞെടുത്തതാണ്. ഈ വീഡിയോയിൽ അധികം സുഹൃത്തുക്കളില്ലാത്ത മനുഷ്യരുടെ 5 പ്രധാന സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഏകാന്തത എന്നത് ഒരു കുറവല്ല, മറിച്ച് അതൊരു വലിയ കരുത്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. 1. ആത്മവിശ്വാസവും നിലപാടുകളും. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ലൈക്കുകളുടെ ലോകത്താണ്. നമ്മൾ എന്ത് കഴിക്കുന്നു, എവിടെ പോകുന്നു എന്നതിനേക്കാൾ ഉപരി അത് മറ്റുള്ളവർ കാണുന്നുണ്ടോ എന്നും അവർ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും നോക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. എന്നാൽ അധികം സുഹൃത്തുക്കളില്ലാത്തവരുടെ ഒന്നാമത്തെ പ്രത്യേകത അവർക്ക് മറ്റുള്ളവരുടെ അംഗീകാരം അഥവാ എക്സ്റ്റേണൽ വാലിഡേഷൻ ആവശ്യമില്ല എന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മാറാൻ ഇക്കൂട്ടർ തയ്യാറല്ല. നമ്മൾ പലപ്പോഴും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ വേണ്ടി നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ബലികഴിക്കാറുണ്ട്. മറ്റുള്ളവർ ചിരിക്കുമ്പോൾ നമുക്ക് തമാശയായി തോന്നാത്ത കാര്യത്തിന് നമ്മളും ചിരിക്കും. എന്നാൽ ഇവർ അങ്ങനെയല്ല. അവർക്ക് ബോധ്യമില്ലാത്ത ഒന്നിനും അവർ തലയാട്ടില്ല. ഇവർക്ക് സ്വന്തമായി ഒരു ലോകമുണ്ട്. അവിടെ അവർ രാജാക്കന്മാരാണ്. മറ്റൊരാൾ വന്ന് അവരെ പുകഴ്ത്തിയാൽ അവർ അമിതമായി സന്തോഷിക്കില്ല. ആരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അവർ തളരുകയുമില്ല. ഈയൊരു മാനസികാവസ്ഥ അവരെ മറ്റുള്ളവരെക്കാൾ കരുത്തരാക്കുന്നു. 2. ചിന്തകളുടെ ആഴം. ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, നിനക്ക് ബോറടിക്കുന്നില്ലേ എന്ന്. എന്നാൽ സത്യമെന്താണെന്നാൽ അവർ ഒരിക്കലും ബോറടിച്ചിരിക്കുകയല്ല. അവർ തങ്ങളുടെ ചിന്തകളുമായി സംവദിക്കുകയാണ്. ഇക്കൂട്ടർ ഡീപ് തിങ്കേഴ്സാണ്. നമ്മുടെ മനസ്സ് ഒരു കടൽ പോലെയാണ്. ശാന്തമായ തീരത്തിരുന്നാൽ മാത്രമേ കടലിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയൂ. അതുപോലെ ഒച്ചപ്പാടുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് തന്റെ ജീവിതത്തെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ലഭിക്കുന്നത്. ഇവർ മിക്കവാറും വായനയിൽ താൽപ്പര്യമുള്ളവരോ, ഡയറി എഴുതുന്നവരോ അല്ലെങ്കിൽ പ്രകൃതിയെ നിരീക്ഷിക്കുന്നവരോ ആയിരിക്കും. സ്മോൾ ടോക്ക് അല്ലെങ്കിൽ അർത്ഥശൂന്യമായ വർത്തമാനങ്ങൾ ഇവർക്ക് താൽപ്പര്യമുണ്ടാവില്ല. കാലാവസ്ഥയെക്കുറിച്ചോ സിനിമയിലെ ഗോസിപ്പുകളെക്കുറിച്ചോ മണിക്കൂറുകളോളം സംസാരിക്കാൻ ഇവർക്ക് താൽപ്പര്യമുണ്ടാകില്ല. 3. അതിർവരമ്പുകൾ നിശ്ചയിക്കാനുള്ള കഴിവ്. മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി പല നോക്കളും യെസ് ആക്കി മാറുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സൗഹൃദങ്ങൾ കുറഞ്ഞ ആളുകളുടെ ഒരു പ്രധാന ഗുണം അവർക്ക് വ്യക്തമായ ബൗണ്ടറീസ് ഉണ്ട് എന്നതാണ്. തങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്ന ഒന്നിനെയും അവർ ജീവിതത്തിലേക്ക് കടത്തിവിടില്ല. അതെത്ര വലിയ സുഹൃത്താണെന്ന് പറഞ്ഞാലും അവരുടെ സ്വഭാവം മോശമാണെങ്കിൽ അല്ലെങ്കിൽ അവർ നെഗറ്റിവിറ്റി മാത്രമാണ് നൽകുന്നതെങ്കിൽ അവരെ ഒഴിവാക്കാൻ ഇവർക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വരില്ല. ഒറ്റക്കായാലും കുഴപ്പമില്ല, പക്ഷേ സമാധാനം കളയുന്നവരുടെ കൂടെ നിൽക്കില്ല എന്നതാണ് ഇവരുടെ പോളിസി. പലപ്പോഴും നമ്മൾ സൗഹൃദങ്ങൾ നിലനിർത്തുന്നത് ഭയം കൊണ്ടാണ്. ഇവനെ പിണക്കിയാൽ ഞാൻ ഒറ്റയ്ക്കായിപ്പോകുമോ എന്ന ഭയം. എന്നാൽ ഈ ഭയത്തെ അതിജീവിച്ചവരാണിവർ. സ്വന്തം ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരിടത്തും ഇവർ നിൽക്കില്ല. അതുകൊണ്ടുതന്നെ പലരും ഇവരെ അഹങ്കാരി എന്ന് വിളിച്ചേക്കാം. പക്ഷേ അത് അഹങ്കാരമല്ല, മറിച്ച് സ്വയം സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ്. 4. മോശം മനുഷ്യരെ തിരിച്ചറിയാനുള്ള അസാധാരണമായ കഴിവ്. കൂട്ടുകാരില്ലാത്തവർ പലപ്പോഴും നിശബ്ദരായിരിക്കും. എന്നാൽ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയൊരു നിരീക്ഷണ പാടവമുണ്ട്. ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റത്തിലെ സത്യസന്ധതയില്ലായ്മ, ഒളിപ്പിച്ചുവച്ചിരിക്കുന്ന അസൂയ, ഇതൊക്കെ ഇവർക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ സഹജാവബോധം എന്ന് വിളിക്കാം. മറ്റുള്ളവർ ഒരാളുടെ വാക്കുകളെ വിശ്വസിക്കുമ്പോൾ ഇവർ ആ വ്യക്തിയുടെ ഊർജ്ജത്തെയാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടുതന്നെ കപടമായ ചിരിയുമായി വരുന്നവരെ ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. അങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ നിൽക്കാതെ അവർ മാറി നിൽക്കും. തങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവരോട് വിശദീകരണം നൽകി സമയം കളയാൻ ഇവർ തയ്യാറാകില്ല. ഇത് അവരെ വഞ്ചനകളിൽ നിന്നും ചതികളിൽ നിന്നും സംരക്ഷിക്കുന്നു. 5. മാറ്റങ്ങളും വളർച്ചയും. മനുഷ്യൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്. നമ്മുടെ ചിന്തകളും ലക്ഷ്യങ്ങളും ഓരോ പ്രായത്തിലും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ വളരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ പഴയ ചിന്താഗതികളിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ടാകാം. ഒരു ചെടി വളരുമ്പോൾ അതിന്റെ പഴയ ഇലകൾ കൊഴിഞ്ഞുപോകുന്നതുപോലെ വ്യക്തിപരമായ വളർച്ചയുടെ പാതയിൽ ചില സൗഹൃദങ്ങൾ കൊഴിഞ്ഞുപോകുന്നത് സ്വാഭാവികമാണ്.
ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ഇക്കൂട്ടർക്ക് വലിയ കഴിവാണ്. പുതിയ അറിവുകൾ നേടുമ്പോഴും ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ വയ്ക്കുമ്പോഴും അതിന് തടസ്സമാകുന്ന പഴയ ശീലങ്ങളെയും ബന്ധങ്ങളെയും ഉപേക്ഷിക്കാൻ അവർക്ക് മടിയില്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും തോന്നുന്നുണ്ടാകാം, ഇത് എന്നെക്കുറിച്ചാണല്ലോ എന്ന്. എങ്കിൽ നിങ്ങളോടെനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ ഒറ്റയ്ക്കാണെന്നത് നിങ്ങളുടെ പരാജയമല്ല, നിങ്ങൾ ആർക്കും വേണ്ടാത്തവരുമല്ല. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞവരാണ്. ആഴമില്ലാത്ത ബന്ധങ്ങളെക്കാൾ ആത്മാർത്ഥതയുള്ള ഏകാന്തതയാണ് നല്ലതെന്ന് നിങ്ങൾ മനസ്സിലാക്കി. മറ്റുള്ളവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പലർക്കും നിങ്ങളെ ഇഷ്ടപ്പെടാത്തത്. ഒറ്റയ്ക്ക് നടക്കുക എന്നത് ഒരു ധീരതയാണ്. ആ വഴിയിൽ നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളെത്തന്നെയാണ്. നിങ്ങളുടെ ഈ ഏകാന്തത വരുംകാലങ്ങളിൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വിഷയങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.